നമുക്ക് തന്ത്രിയുടെ വീടിന്റെ പരിസരത്തേക്ക് കൂടി ഒന്ന് പോകണം. അവിടെ ശരത്തുണ്ട്. ശരത്ത്, ആരും അങ്ങനെ പ്രത്യക്ഷത്തിൽ രാജീവ് ഖണ്ഡരെ പിന്തുണച്ചുകൊണ്ട് വന്നിട്ടില്ല. ഇന്നലെ ശശികല ടീച്ചറുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു എന്നത് ഒഴിച്ചു നിർത്തിയാൽ കാര്യമായിട്ട് ആരും അങ്ങനെ, പിന്നെ ഈ രാഹുൽ ഈശ്വർ മാത്രമേ ഉള്ളൂ അമ്മാവൻ്റെ ഈ അറസ്റ്റിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്നത്. അതല്ലാതെ കാര്യമായിട്ട് ആരും പ്രതിരോധിച്ച് കണ്ടില്ല. ഇപ്പോൾ തന്ത്രിയുടെ വീട്ടിൽ എനിക്കൊന്ന് അവരുടെ ബന്ധുക്കളൊക്കെയാണുള്ളത്. ഒരുപക്ഷേ SIT തന്ത്രിയുടെ വീട്ടിലും പരിശോധന നടത്തിയേക്കാം എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ നൽകുന്നത്. അത്തരത്തിലുള്ള സൂചനയൊന്നും ഇല്ലല്ലോ അല്ലേ? പോലീസിന്റെ സംരക്ഷണമോ അങ്ങനെ എന്തെങ്കിലും? ശരത്, അൽക്കുമർ, അതായത് നിലവിൽ തന്ത്രിയുടെ ചെങ്ങന്നൂരിലുള്ള വീട്ടിന് മുൻപിലാണ് ഞാനുള്ളത്. ഈ കാണുന്നതാണ് തന്ത്രിയുടെ വീട്. ഇവിടെ ഇപ്പോൾ പരിശോധനയ്ക്കുള്ള സാധ്യത നമ്മൾ കണക്കാക്കുന്നുണ്ട്. കാരണം ഇന്നലെ ഇത്തരത്തിൽ രാത്രി ഉൾപ്പെടെ പോലീസ് ഈ ഭാഗങ്ങളിൽ വന്ന് ഈ സ്ഥലം കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതായത് പരിശോധനയ്ക്ക് കൂടി വേണ്ടിയായിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ പരിശോധനയ്ക്കുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തായാലും തന്ത്രിയുടെ കുടുംബാംഗങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഈ കാണുന്ന വീട്ടിലുള്ളത്. തന്ത്രിയുടെ ഭാര്യയും മകന്റെ ഭാര്യയും ഉൾപ്പെടെയുള്ള മരുമകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ മുത്തശ്ശി അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ ഈ ചെങ്ങന്നൂരിലുള്ള മുണ്ടൻകാവിലെ വീട്ടിലുള്ളത്. അതായത് ഇവർ കുടുംബം നിലവിൽ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. പക്ഷെ അവർ അനൌദ്യോഗികമായി നമ്മളോട് ഉൾപ്പെടെ പറയുന്നത് തന്ത്രി തെറ്റൊന്നും ചെയ്തിട്ടില്ല, താന്ത്രികപരമായ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അയ്യപ്പനെല്ലാം അറിയാം, ആ രീതിയിലുള്ള പ്രതികരണം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ SIT വിളിച്ചു വരുത്തിയത് ഈ സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിടാൻ വേണ്ടിയാണ്. അതിന്റെ ഭാഗമായി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും മെഡിസിൻ പോലും എടുക്കാതെയാണ് പോയതെന്നടക്കമുള്ള കാര്യങ്ങൾ കുടുംബാംഗങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ അവർ ഒരു ഔദ്യോഗിക പ്രതികരണമായി തരാൻ വേണ്ടി തയ്യാറായിട്ടില്ല. എന്തായാലും നിലവിൽ തന്ത്രിയുടെ കുടുംബാംഗങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത്. ഒപ്പം ഈ SITയുടെ പരിശോധന നിലവിൽ എന്തായാലും സാധ്യതയുണ്ട്. കാരണം ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ പോലീസ് ഉൾപ്പെടെ ഇന്നലെ രാത്രി ഉൾപ്പെടെ ഈ ഭാഗങ്ങളിൽ വന്ന് പോയിട്ടുണ്ടായിരുന്നു. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തി പോലീസ് രാത്രി ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ശരി, ഇപ്പോൾ അന്വേഷണം നടന്നേക്കാം. വീട്ടിലും ഒരു പക്ഷേ റെയ്ഡ് ഉണ്ടാകും എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുണ്ടായി എന്നുള്ളതാണ് SIT കരുതുന്നത്.